ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് അരീക്കോട് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ഉണ്ടായിനടാ. അപ്പോൾ അങ്ങനെ എന്താക്കി, ചെമ്മീൻ വാങ്ങി. ചെമ്മീൻ വാങ്ങിയിട്ട് പെരക്കെത്തിയിട്ട് ഇതെന്താ ആക്കേണ്ടത് കൺഫ്യൂഷൻ. കാക്കു പറഞ്ഞ അടിപൊളിയായിട്ട് പൊരിച്ചാളാണ്. ഞാൻ പറഞ്ഞു പൊരിക്കണ്ട, നമുക്ക് കറി വെക്കാം പറഞ്ഞു. അപ്പോൾ കാക്കു പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ട് കറി വെക്കുക. അപ്പോൾ അതും വേണ്ട, അത് വേണ്ട, നമുക്ക് നല്ല ചെമ്മീൻ റോസ്റ്റാക്കാം, ഡ്രൈ റോസ്റ്റില്ലേ അതാക്കാറുണ്ട്. അങ്ങനെ അതിൽ നമ്മൾ എന്താക്കി, വേഗം ഉള്ളിയും തക്കാളി എല്ലാം മുറിച്ച് നല്ലോണം വാട്ടി, ഉള്ളി ആദ്യം നല്ലോണം വാട്ടി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും നല്ലോണം ഇതാക്കി പേസ്റ്റാക്കിയിട്ട് അതിലേക്ക് അതിട്ട് നല്ലോണം ആയതിന് ശേഷം, അതിൻ്റെ കുത്തെല്ലാം പോയതിന് ശേഷം എന്താക്കി, തക്കാളി ഇട്ട് കറിവേപ്പിലിട്ട് മല്ലിച്ചപ്പിട്ട്, പിന്നെ ആ തക്കാളി അത് വാടിയതിന് ശേഷം എന്താക്കി, പൊടികളിട്ട്, മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക്, അത്ര ഇട്ടുള്ളൂ. പിന്നെ അതിലിട്ട് നല്ലോണം വഴറ്റി മിക്സാക്കി. അതിന് മുന്നേ എന്താക്കി, ചെമ്മീൻ വൃത്തി കഴുകിയെല്ലാം വെച്ചതിന് ശേഷം ചെമ്മീനിലേക്ക് ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, കോൺഫ്ലവർ പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതെല്ലാം നല്ലോണം മിക്സാക്കി വെച്ചാടെ ഇത് നല്ലോണം പൊരിച്ചെടുത്ത്, എണ്ണയിലിട്ട് പൊരിച്ചതിന് ശേഷം എന്താക്കി, നമ്മൾ ഈ മസാല ആക്കി വെച്ചിട്ടില്ലേ, ഈ ഉള്ളിയും തക്കാളിയും ഇതെല്ലാം മസാല ആക്കിയ അതിലേക്ക് എന്താക്കി അതിട്ട് ചെമ്മീൻ റോസ്റ്റ് അതിലേക്കിട്ട് അതെന്താക്കി കുറച്ച് സമയം അതിൽ മിക്സാകാൻ വേണ്ടിയിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അങ്ങനെ അവിടെ ഒരു ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച്, എന്നിട്ട് നല്ലോണം മിക്സാക്കി ഇളക്കിയതിന് ശേഷം നമ്മൾ ആ തക്കാളീൻ്റെ ഉള്ളിൻ്റെ ആ ഒരു ഇതില്ലേ, കുറച്ചൊരു വെള്ളം പോലെ ഉണ്ടാവുമല്ലോ, അത് പിന്നെ വറ്റുന്നത് വരെ എന്താക്കി ആടങ്ങനെ വെച്ച് കുറച്ച് സമയം വെച്ച് കൊടുത്ത് നല്ലോണം മിക്സാക്കി ഇളക്കി നല്ല പിന്നെ ഡ്രൈ ആകുന്നവർ നമ്മൾ എന്താക്കണം, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഡ്രൈ ആയിരിക്കണം, ഈ ഉള്ളിയും തക്കാളിയും ഇങ്ങനെ കാണാൻ പാടില്ല, നല്ലോണം ഡ്രൈ ആയിട്ട് വെറും ചെമ്മീനിലിങ്ങനെ ഇതായിട്ട് നിൽക്കണം, ഡ്രൈ ആയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ. പക്ഷേങ്കിൽ ഇത് നല്ലോണം പിന്നെ റോസ്റ്റാക്കി എടുക്കണം, ഈ ഉള്ളിയും തക്കാളിയും പിന്നെ അതിൻ്റെ മസാലകളൊക്കെ ഈ ചെമ്മീൻ്റെ അകത്ത് പിടിച്ച് നല്ലോണം ഒന്ന് റോസ്റ്റ് രൂപത്തിൽ നല്ലോണം പിന്നെ ഇളക്കി ഇതാക്കിയിട്ട് റോസ്റ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും എന്താക്കുക, ഇതൊന്ന് ആക്കി നോക്കുക. പിന്നെ നല്ല അടിപൊളിയാണ് ഇത്, ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല സാധാരണ പൊരിച്ചതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും, നമ്മൾ റോസ്റ്റാക്കിയ മസാലേൻ്റെ ടേസ്റ്റും. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. എന്നിട്ടിത് കോൺഫ്ലവർ പൊടി ഇടണം കേട്ടോ, കോൺഫ്ലവർ പൊടിയും കുറച്ച് വിനെഗർ ഒഴിക്കണം അതിൽ. നമ്മൾ ഈ മസാല ആക്കുന്ന ടൈമിന് കുറച്ച് വിനെഗർ ഒഴിക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് പിന്നെ കോൺഫ്ലവർ പൊടിയും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അല്ല, നമ്മൾ ഈ ഉള്ളിയും ഇതെല്ലാം ഒന്ന് വാടുന്നത് വരെ അതൊന്ന് അവിടെ സെറ്റാക്കി വെക്കുക, നമ്മൾ ഈ മസാല. എന്നിട്ട് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഇതെല്ലാം വാടുന്ന ആ ഒരു ടൈം ഉണ്ടാവില്ലേ, അതുവരെ നമുക്ക് അവിടെ സെറ്റാക്കി വെക്കണം ഇത്. എന്നിട്ട് ഈ മസാല ആയതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ടാണ് നമ്മളത് ഡ്രൈ ആക്കി എടുക്കേണ്ടത്. ഡ്രൈ ആക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നല്ലോണം ഇങ്ങനെ പിന്നെ മിക്സ് ആക്കിയിട്ട് നല്ലോണം അതിലിട്ടിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം.